കോൺഗ്രസിന്റെ അവസ്ഥ പരമ കഷ്ടം, ദയനീയമാണെന്നേ പറയാനുള്ളൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ അവരുടെ പ്രചാരണവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതേസമയം കോൺഗ്രസിന്റെ അവസ്ഥ വല്ലാത്ത കഷ്ടമാണ്. ഇന്ന് അവർ തന്നെ പറയുകയാണ്, കോൺഗ്രസിന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി ഇറക്കാനോ ഇല്ലെങ്കിൽ ദൈനംദിന പ്രവർത്തനത്തിന് പോലും 5 പൈസ കയ്യിലില്ല എന്നുള്ള കാര്യം. ഇലക്ട്രൽ ബോണ്ട് വഴി കിട്ടിയ പണം പോലും അത് കൃത്യമായി ചിലവഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെ മരവിപ്പിച്ച് നിർത്തുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് കോൺഗ്രസിന്റെ അധ്യക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രതിപക്ഷ പാർട്ടികളെ പലതരത്തിലാണ് BJP വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഇപ്പോൾ കോൺഗ്രസിനോട് കാണിച്ചിരിക്കുന്നത്. കോൺഗ്രസിന് ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് അടക്കം കിട്ടിയ പണം ഉണ്ടായിരുന്നു. ആ പണം ഒന്നും ചിലവഴിക്കാൻ കഴിയാതെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുന്ന നിലപാടാണ് ഇപ്പോൾ BJP സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ ഈ നോട്ട് നിരോധനം വന്ന സമയത്ത്, അതായത് ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപാണ് ഈ നോട്ട് നിരോധനം കൊണ്ടുവന്നത്. അന്ന് മുതൽ തുടങ്ങിയ കഷ്ടകാലം കോൺഗ്രസിന് ഇതുവരെ മാറിയിട്ടില്ല എന്ന് പറയേണ്ടി വരും. അപ്പോൾ കോൺഗ്രസിന്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. എന്തായാലും ഈ കേന്ദ്ര സർക്കാരിന്റെ പലതരത്തിലുള്ള നയങ്ങൾ, അതായത് പ്രതിപക്ഷത്തെ അടിച്ചമർത്താനുള്ള പലതരങ്ങൾക്കുള്ള നയങ്ങളുണ്ട്. അതിന്റെ ഏറ്റവും കൂടുതൽ ഉദാഹരണമാണ് ഈ കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ കൂടി മരവിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. ഇത് രാജ്യത്ത് BJPയുടെ സാമ്പത്തിക ഏകാധിപത്യമാണ് നടക്കുന്നതെന്നാണ് കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. സർക്കാരിന്റെ ചെലവിൽ BJP പരസ്യ മേഖല കൈയടക്കിയെന്നും കേന്ദ്ര സർക്കാർ നടപടി ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണെന്നും അവർ പറയുന്നുണ്ടായിരുന്നു. സ്വതന്ത്രമായി തെരഞ്ഞെടുപ്പ് എങ്ങനെ നടത്താനാകുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഇന്ന് ചോദിച്ചിരിക്കുന്നത്. വളരെ ഗുരുതരമായൊരു വിഷയം ഇന്ന് നിങ്ങളോട് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് മല്ലികാർജ്ജുന ഖാർഗെ ഈ ഒരു സാമ്പത്തികപരമായി കോൺഗ്രസിനെ തകർക്കുന്ന BJPയുടെ കാര്യങ്ങളെ പറ്റി പറയാൻ ആരംഭിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മാത്രമല്ല ഇത് ബാധിക്കുന്നതെന്നും ജനാധിപത്യത്തെ കൂടിയാണ് ഇത് ബാധിക്കുന്നതെന്നും സാമ്പത്തികമായി തകർക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സംഘടിതമായ ശ്രമം നടക്കുന്നുണ്ടെന്നാണ് ഖാർഗെയുടെ ആരോപണം. ജനങ്ങളിൽ നിന്ന് സ്വീകരിച്ച പണം മരവിപ്പിച്ചു, ഞങ്ങളുടെ അക്കൗണ്ടുകളിൽ നിന്നുള്ള പണം നിർബന്ധമായി എടുത്തുമാറ്റി. ഇത് ഏറ്റവും വെല്ലുവിളിയേറിയ സാഹചര്യമാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ ഇവ കാര്യമായി ബാധിക്കാതിരിക്കാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. ഒരു വശത്ത് ഇലക്ട്രൽ ബോണ്ടിന്റെ പ്രയോജനങ്ങളുണ്ട്, അതുകൊണ്ട് വലിയ പ്രയോജനം ലഭിച്ചത് BJPക്കാണ്. മറുവശത്ത് പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയുടെ സാമ്പത്തികം തകർക്കാൻ ശ്രമം നടക്കുന്നു. ഇത് കീഴ്നടപ്പില്ലാത്തതും ജനാധിപത്യ വിരുദ്ധവുമാണെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഇലക്ട്രൽ ബോണ്ടിലെ വിഷയത്തിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് മിണ്ടാതിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായൊരു തുക അവർ കിട്ടിയിട്ടുണ്ട് എന്നുകൊണ്ട് തന്നെയാണ്. പക്ഷേ ആ തുക പോലും വിനിയോഗിക്കാൻ ഇപ്പോൾ കഴിയാതെ പോകുന്ന ഒരു അവസ്ഥയുണ്ടെന്നാണ് മല്ലികാർജ്ജുന ഖാർഗെ വ്യക്തമാക്കിയിരിക്കുന്നത്. അക്കൗണ്ടുകൾ പുനഃസ്ഥാപിച്ചെങ്കിലും 115 കോടി രൂപ മരവിപ്പിച്ചു നിർത്താൻ ബാങ്കുകൾക്ക് ആദായ നികുതി വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ആദായ നികുതി വകുപ്പ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ കേസ് നിലനിൽക്കെ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, NSUA എന്നിവയുടെ അക്കൗണ്ടുകളിൽ നിന്ന് 65 കോടി രൂപയോളം ഈടാക്കുകയും ചെയ്തു. മാത്രമല്ല 2018-2019 കാലഘട്ടങ്ങളിൽ നികുതിയായി 210 കോടി അടയ്ക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ നടപടികളൊക്കെ തന്നെ യാദൃശികമായി വന്നതല്ല, മനഃപൂർവ്വം കോൺഗ്രസിനെയും മറ്റു പ്രതിപക്ഷ പാർട്ടികളെയും പെടുത്താൻ വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കളിച്ച കളിയുടെ ഭാഗമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2017 ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് മോദി സർക്കാർ നോട്ട് അസാധുവാക്കി പ്രഖ്യാപിച്ചത്. ഇത് ഉത്തർപ്രദേശിലെ പല പ്രതിപക്ഷ പാർട്ടികളെയും രാഷ്ട്രീയ പാർട്ടികളെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ബാധിച്ചിരുന്നു. അതുപോലെ സമാനമായ സംഭവമാണ് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം തന്നെ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അവസ്ഥ. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത നിലപാടാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ മല്ലികാർജ്ജുന ഖാർഗെ പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, പലതവണ രാജ്യം ഭരിച്ചിരുന്ന ഒരു പാർട്ടിക്ക് പോലും അവരുടെ സാമ്പത്തികമായ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയാത്തൊരവസ്ഥ വരുന്നുണ്ടെങ്കിൽ ഇനി മറ്റു പാർട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? കാരണം തെരഞ്ഞെടുപ്പിന് വലിയ ചെലവാണ് വരുന്നത്. അപ്പോൾ ആ ചെലവിന് പോലും പണം കണ്ടെത്താൻ കഴിയാത്ത രീതിയിലേക്ക് കോൺഗ്രസ് മാറി നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് അവർക്ക് എങ്ങനെയാണ് മോദിയോട് യുദ്ധം ചെയ്യാൻ കഴിയുക എന്ന ചോദ്യം വളരെ പ്രസക്തമായ ഒന്ന് തന്നെയാണ്. ഇലക്ട്രൽ ബോണ്ട് അടക്കമുള്ള വിഷയങ്ങളിൽ കോൺഗ്രസ് പാലിച്ചൊരു മൗനമുണ്ട്. ആ മൗനത്തിനേറ്റ തിരിച്ചടി കൂടിയാണ് ഈ സാമ്പത്തികമായ ഉപരോധം എന്ന കാര്യത്തിലും സംശയം വേണ്ട. എന്തായാലും കോൺഗ്രസിന്റെ 5 പൈസ ഇല്ല എന്ന് പറയുമ്പോൾ ഇനി ഏത് പ്രതിപക്ഷ പാർട്ടി ആയിരിക്കും BJPയോട് എതിരിട്ട് നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഫൈറ്റ് ചെയ്യുക എന്ന ചോദ്യം വളരെ പ്രസക്തമായി നിൽക്കുന്നു. കോൺഗ്രസിന് ഇപ്പോൾ ആൾബലം കുറയുകയാണ്, പണബലം കുറയുകയാണ്. പിന്നീട് ഈ ജനാധിപത്യ വ്യവസ്ഥയാണെങ്കിൽ പോലും ഇത് രണ്ടും അത്യാവശ്യമായ ഒന്ന് തന്നെയാണ്. എന്നാൽ പോലും ഇതൊന്നുമില്ലാതെ എങ്ങനെ കോൺഗ്രസിന് ഒരു പ്രതിപക്ഷ പാർട്ടിയായി മുന്നോട്ട് നിൽക്കാൻ കഴിയും, മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ചോദ്യം വളരെ പ്രസക്തമായി നിൽക്കുകയാണ്. എന്തായാലും ഇന്ന് മല്ലികാർജ്ജുന ഖാർഗെ പറയുന്നത് കയ്യിൽ 5 പൈസ ഇല്ല എന്ന് തന്നെയാണ്.
അങ്ങനെ കോൺഗ്രസിനെ ഒരു മൂലക്കിരുത്തി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ ആകുമെന്ന BJP-യുടെ അത്തരത്തിലുള്ള വിചാരമാണ് ഇങ്ങനെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യാനുണ്ടായ പ്രധാന കാരണം എന്ന കാര്യത്തിൽ സംശയം വേണ്ട. നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ ഇതുപോലെ ഫ്രീസ് ചെയ്തപ്പോൾ പിന്നീട് ആ നടപടി പിൻവലിക്കേണ്ടി വന്നിരുന്നു. എന്നാൽ പോലും ഒരു പ്രതിപക്ഷ പാർട്ടികളോടുള്ള ഒരു ബഹുമാനം പോലും ഇല്ലാതെ ഇങ്ങനെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തുകൊണ്ട് നടക്കുന്ന നിലപാട് ഇതൊരു കാരണവശാലും ജനാധിപത്യത്തിന് നല്ലതല്ല എന്നാണ് മല്ലികാർജ്ജുന ഖാർഗെ പറയുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ അവസ്ഥ പരമ കഷ്ടം, ദയനീയമാണെന്നേ പറയാനുള്ളൂ.